എൻ്റെ മക്കളെ, ഞാൻ എന്നും വന്ന് നിങ്ങൾ ഈ വെള്ളം ഒഴിച്ച് വളവിട്ട് നട്ട് നനച്ച് വളർത്തുന്നത് എന്തിനാണെന്നറിയാവോ? നിങ്ങൾ വലുതായിട്ട് നല്ല നല്ല പൂക്കൾ തരാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലാ എനിക്ക് മാറ്റർ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനവിടെ ഒറ്റയ്ക്ക് നിൽക്കല്ലേ, അതുകൊണ്ടാട്ടാ, വേറെ ഒന്നും തോന്നരുത്. നിങ്ങൾക്കറിയോ, ഞങ്ങളുടെ കുറച്ച് സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ടായിരുന്നവർ പുറത്തേക്ക് പോയി, അവരുടെ മീറ്റപ്പ് വരുന്നേ. അതിന് എനിക്കും എൻ്റെ അണ്ണനും പങ്കെടുക്കാൻ പറ്റില്ല. ഞങ്ങളിവിടെ പെട്ടുപോയില്ലേ. പക്ഷെ അതിനൊരു പ്രത്യേക സംഭവമുണ്ട്, ഞങ്ങൾ ഇവിടുന്ന് ചാടും. പക്ഷെ നിങ്ങളോട് സംസാരിച്ച് നേരം പോയി തരുന്നില്ല. ഞാൻ എൻ്റെ അണ്ണനോട് സിഗ്നൽ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഒന്ന് കൊടുക്കട്ടെ. സോറി, കന്നിമാസം എന്നുള്ളത് ഞാൻ മറന്നുപോയി. ഞാന് വെറുതെ പട്ടീനെ മൂടാക്കി. പട്ടി വേണ്ട, പട്ടി നമുക്ക് ശരിയല്ല. പൂച്ച സാറ് മതി. എന്താന്നാ കലിപ്പിലാണല്ലോ? അല്ല, വരുന്ന വഴി ആ കട്ടൽ പൊടി എന്റെ തലയിടിച്ച് വേദന. അയ്യോ, എന്റെ പൊണ്ണുണ്ടാ, നമുക്ക് എന്നീ വേദന പരിവട്ടായിട്ട് നടന്നാ മതിയാ. നമുക്ക് ഈ ജയിലിൽ ചാടണ്ടേ? വേണ്ടെന്നാണോ? അല്ല, 5 തവണ ജയിലിൽ ചാടിയാണ് എന്റെ 5 പറഞ്ഞ നഖമാണ് ആ പോലീസുകാർ ഊരിയെടുത്ത്. ഇനി എനിക്ക് വേദന സഹിക്കാൻ വയ്യ. നിനക്ക് അത്ര വേദനയാണ്, നീ പോയി ജയിലിൽ കയറാം. ജയിലിൽ വേണ്ടെങ്കിൽ വേണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം, പരോളിന് ഇറങ്ങിയാലോ? ഇപ്പൊ കിട്ടും കുറെ. എടാ, ഇവിടെ ആർക്കൊക്കെ പരോൾ കിട്ടിയാലും നിനക്ക് മാത്രം പരോൾ കിട്ടത്തില്ല. അതെന്താണാവോ? എടാ, കഴിഞ്ഞ ഓണത്തിന് ഇവിടെ മന്ത്രി വന്നപ്പോ നീ എന്തുവാടാ കാണിച്ചു കൂട്ടിയത്? ആഭ്യന്തരമന്ത്രിക്ക് 1000 പൂച്ചെണ്ടുകൾ എഴുതി വെച്ചു. ഉണ്ട്, ആഭ്യന്തരമന്ത്രി ഒരു പൂച്ചാട്ടി എഴുതി വെച്ചു. ആ സൂപ്രണ്ട് പറഞ്ഞു നിനക്ക് മാത്രം നിനക്കൂടെ പരോൾ കിട്ടത്തില്ലെന്ന്. അണ്ണ അങ്ങനെ പറയല്ലേ, എനിക്ക് എങ്ങനെയെങ്കിലും ചാടി പുറത്തു പോയി പറ്റൂ. ഒരു വഴി അണ്ണൻ കാണാണ പ്ലീസ്. നീ വിഷമിക്കണ്ടാ, ഇന്ന് എന്തൊക്കെ സംഭവിച്ചാലും മലയിടിഞ്ഞ് വീണാലും ശരി, ഇന്ന് രാത്രി നമ്മൾ ഇവിടുന്ന് ജയിലിൽ ചാടിയിരിക്കും. അതാണ് സ്പിരിറ്റ്. അല്ല, നാളെ ചാടിയാലോടാ? അതെന്തേ? നല്ല ചിക്കൻ കറിയുടെ മണം. ചിക്കൻ എന്തോന്നു ഈ തിന്നാന്നല്ലാണ്ട് വേറെ ഒരു കഴിവ് നിങ്ങൾക്കില്ലേ? കഴിവുണ്ടോന്നോ? എടാ, അതൊക്കെ ഞാൻ പഠിച്ചോണ്ടിരുന്ന സമയത്ത്, സ്കൂളിൽ പഠിച്ചോണ്ടിരുന്ന സമയത്തുണ്ടല്ലോ, ഞാൻ ഫയർ ഡാൻസ് ചെയ്യുമായിരുന്നു. ഫയർ ഡാൻസ്. എന്റെ പൊന്നെ, സ്കൂളിൽ ഫയർ ഡാൻസാ? അപ്പൊ സ്കൂളിൽ നിന്ന് കുറെ സമ്മാനം കിട്ടിയിട്ടാവല്ലോ. എങ്ങനെ കിട്ടും? ആ സ്കൂളല്ല ഞാൻ ആദ്യം കത്തിച്ചത്. സമ്മാനം കിട്ടും പറഞ്ഞാടാ. ഇങ്ങനൊരു മരക്കോക്കന്റെ കൂടെയാണല്ലോ ഞാൻ ചാടി പോവാൻ നോക്കണേ. എന്നെ അങ്ങനെ കളിയാക്കല്ലേ കേട്ടാ. എടാ, എന്റെ ഫാൻസ് പവർ നിനക്ക് അറിയാത്തോണ്ടാ. ഈ ജയിലിൽ എന്നെ എല്ലാരും എന്നെ വിളിക്കാന്നറിയോ? ഈ ജയിലിന്റെ ഒടിയൻ. അപ്പോ അങ്ങനെ അത്രയധികം ഒടിവിധികൾ അറിയോ? അതുകൊണ്ടല്ലടാ, ഇനി എന്റെ ശരീരത്ത് ഒടിയ ഒരു എല്ല് പോലും ബാക്കിയില്ല. എല്ലാരും തളിച്ചൊടിച്ച്. അങ്ങനെയാണ് എന്നെ ഒടിയെന്ന് പേര് വന്നു. നിങ്ങൾ ഈ സെന്റ് അടിച്ചല്ലേ? ഇന്നലെ ജയിലർ കണ്ടപ്പോ എന്റെ അടുത്ത് എന്താ പറഞ്ഞറിയോ? നിന്റെ ആശാനും അഴിയുന്നിക്കുത്ര. അതൊക്കെ നീ എണ്ണയാ മതി, എന്നെ കൊണ്ട് പറ്റത്തില്ല. അതെന്താ? എനിക്ക് എണ്ണ അറിയത്തില്ല. ചുമ്മാ പോത്തല്ലോ. നിങ്ങൾ ഇങ്ങനെ സെന്റ്, നിങ്ങൾ സത്യം പറയും, നിങ്ങൾ എങ്ങനെ ഇവിടെ വന്നേ? സംഭവം എന്ന് വെച്ചാൽ വലിയൊരു കഥയാടാ. എടാ, എന്റെ അച്ഛന്റെ വലിയൊരു ആഗ്രഹമാണ് നാട്ടുകാരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണമെന്ന്. പക്ഷെ ആ ആഗ്രഹം സഫലമാക്കാതെ എന്റെ അച്ഛൻ യാത്രയായി. ഞാൻ പുള്ളിയുടെ മകനല്ലടാ, അപ്പൊ ഞാൻ ആഗ്രഹം സാധിച്ചു കൊടുക്കണ്ടേ? അത് വേണമെന്നാ അണ്ണ എന്താ ചെയ്ത? ഞാൻ കവല ഇറങ്ങിയിട്ട് വരുന്നവരെ പോകുന്നവരെ എല്ലാം തന്തയ്ക്ക് വിളിച്ച് നാട്ടുകാരെ പറഞ്ഞു ഇതിലും നല്ലത് അവന്റെ അച്ഛനായിരുന്നു, ഇതിലും നല്ലത് അവന്റെ അച്ഛനായിരുന്നു. അങ്ങനെ എന്നെ പോലീസ് പിടിച്ചോടെ കൊണ്ട് കിടത്തി. നല്ല ബെസ്റ്റ് ഫ്ലാഷ് ബാക്ക്. എന്റെ എണ്ണം, ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം. നിങ്ങളുടെ ഒറ്റ എടുത്തിന്റെ ധൈര്യം കണ്ടിട്ടാണ് ഞാൻ നിങ്ങളുടെ ഇത്രയും വലിയൊരു ഫാൻ ബോയ് ആയത്. അല്ല, നീ എന്റെ ധൈര്യം എപ്പോ കണ്ട്? ആ കാണുന്ന ഇരുട്ടുമുറി കണ്ട, അവിടെ പോലീസുകാര് ആരെ കൊണ്ടിട്ടിടിച്ചാലും അവന്മാരൊക്കെ വാവിടാണ്ട് കരയും. ഞാനും കരഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്റെ അണ്ണന്റെ വായെന്ന് ഇന്നേ വരെ ഒരു കാര്യത്തില് ഞാൻ കേട്ടിട്ടില്ല. അത് ധൈര്യം ഉണ്ടായിട്ടൊന്നും അല്ല. 3 ലാത്തിക്കമ്പ് വായിക്കാത്ത കുത്തി കയറ്റി ഇടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു മനുഷ്യനും കരയത്തില്ല, ഒരു കാറ്റ് പോലും വിളി കേൾക്കത്തില്ല. ഇപ്പോൾ ആവശ്യമില്ലാത്ത ഒരു കാര്യം അതൊക്കെ പോട്ടെ. പക്ഷെ എനിക്ക് ഒരു കാര്യത്തിൽ ഇപ്പൊ ഏകദേശം ഉറപ്പായി. എന്താടാ? നമ്മൾ രണ്ടുപേരും മാത്രം കൂടി കഴിഞ്ഞാൽ ഇത് മുന്നോട്ട് പോവില്ല, നമുക്ക് ചാടാനും പറ്റില്ല. അതിന് തലക്കകത്ത് താമസമുള്ള ആരെങ്കിലും കൊണ്ടുവരണം. വേണം വേണ്ടേ? ഒരാളെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എന്റെ അണ്ണ, അവന് ഭയങ്കര ബുദ്ധിയാ. ഇത്രയും സെക്യൂരിറ്റിയിൽ ജയിലിൽ നിന്ന് ഒരാളെ അവൻ പുറത്തിറക്കിയിട്ടുണ്ട്. ശരിക്കും? 10 തലയവന്. അപ്പൊ ഞാൻ അവനെ ഇങ്ങനെ നോക്കണം. അവൻ അത്രയും ബുദ്ധി ഉണ്ടെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. എന്നാ അവനെ വിളിയാ. ആ വിശ്വരൂപം കണ്ട് ഞെട്ടരുത്. കാണ്. ഓഹോ, ഇങ്ങോട്ട് മാറിക്കടാ. ഒറ്റ സെക്കൻഡ്, ആൾക്ക് എന്തോ എന്നോട് ഐഡിയ പറയാണ്ട്. എന്താ ഈ കൈ ഒന്ന് വലിച്ചു കുരുത്താടാ, ഇതിടക്ക് കുടുങ്ങി പോയി. ബാബിട്ട് കറിയല്ലേ മിണ്ടാ.
നീ വലിയ സംഭവം ഞാൻ അവിടെ അടിച്ചു കയറ്റി വെച്ചിരിക്കുന്നത്, അതൊക്കെ നശിപ്പിക്കരുത്. അണ്ണാ, ഇതാണ് ഞാൻ പറഞ്ഞ ജയിൽ ചാടുന്നതിൽ അഗ്രഗണ്യാണ്. ഞാൻ പോയി പരിചയപ്പെടാം. ഓ, ഹായ് ചൊക്കരക്കണ്ണൻ. അഗ്രഗണ്യൻ. സോറി, അഗ്രകണ്ണൻ. നിന്നെ ഞാൻ എവിടെ കണ്ടുണ്ട് കേട്ടാ, എവിടെ കണ്ടുണ്ട്. എന്നെ കാണാൻ വഴിയിലാണ്, ഞാൻ സെല്ലിന്ന് വെളിയിറങ്ങൂല. ഇല്ലേ, നിന്റെ സ്ഥലം എവിടാടാ? എന്റെ സ്ഥലം ആറ്റിങ്ങല്. ആ, വെറുതെ അല്ല, ഞാൻ ഇവനെ കണ്ടുണ്ട്. നിന്റെ കല്യാണം കഴിഞ്ഞല്ലേ? എനിക്ക് അങ്ങനെ കല്യാണം എന്റെ കല്യാണം കഴിഞ്ഞില്ല. ആണോ? കല്യാണക്കാരെ പറഞ്ഞപ്പോ ഒരു നാണം കിട്ടില്ലേ? ആണോ, ഞാൻ പിള്ളേരാണോ എനിക്ക് കല്യാണം കാണുമ്പോൾ ഭയങ്കര നാണമാണ്. ഞാൻ ഒരു പെണ്ണുങ്ങൾ തന്നെ മിണ്ടത്തില്ല, ഞാൻ ഭയങ്കര ഇന്റർവെർട്ട് ആണ്. അയ്യോടാ പാവം. പിന്നെ നീ എന്ത് കേസാണ് ഇവിടെ വന്ന്? വീണ കേസാ. നിനക്ക് എവിടെ കിട്ടിയ അവനെ? അപ്പൊ എവിടുന്ന് കളഞ്ഞു കിട്ടാലും ഇപ്പൊ എന്താ, നമുക്ക് കാര്യം നടന്നാ പോരെ? ശരി, ഓക്കെ. ഞാൻ ചുമ്മാ പറഞ്ഞ ഈ വന്നേ. എന്നെ ഇടിക്കൂ. ഇല്ല സത്യമില്ലേ? എടാ, നീ ഇവിടുന്ന് ആരെങ്ങാണ്ട് ജയിലിൽ ചാടിച്ചിട്ടില്ലേ? അതിന്റെ പ്ലാനും പദ്ധതി ഒന്ന് പറഞ്ഞടാ, എങ്ങനെയാ അതിന്റെ സെറ്റപ്പ്? ഈ ജയിലിൽ ചാടിക്കാന്ന് വെച്ചാലേ നിസ്സാര കേസല്ല. അതിന് നല്ല ബുദ്ധിയും നല്ല നല്ല വിവരവും വേണം കേട്ടോ. അങ്ങനെ വിവരം വേണമെങ്കിൽ നമ്മൾ നല്ല സിനിമ കണ്ടിരിക്കണം.